ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യൻ ലോജിക്കിൽ ചോദ്യങ്ങൾ കഴിഞ്ഞൊരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ചോദ്യമോ 2 ചോദ്യമൊക്കെയാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന PDF-ൽ 100 ചോദ്യങ്ങളുണ്ട്. ഈ 100 ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാക്കിയുള്ളത് നമുക്ക് സാവധാനം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ദ പ്രൈമറി സോഴ്സ് ഓഫ് നോളജ് ഇൻ ഇന്ത്യൻ ലോജിക്? ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അനുമാന, പ്രത്യക്ഷ, ശബ്ദ, ഉപമാന. ഇതിലേതാണ് പ്രൈമറി സോഴ്സ് ഓഫ് നോളജ് ഇൻ ഇന്ത്യൻ ലോജിക്? പറയാൻ കഴിയുമോ? യെസ്, പ്രത്യക്ഷയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും ഒറ്റ ചോദ്യങ്ങളല്ല, ഇതിൽ വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവുകളിൽ ഉള്ള ആളുകൾ ഏതെല്ലാം പ്രമാണാസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പ്രമാണ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ടൈപ്സ് ഓഫ് പ്രമാണാസ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു വിശദീകരണമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിലൊരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ ലോജിക്കൽ സിസ്റ്റം, ഇന്ത്യൻ നോളജ് സിസ്റ്റം. ഈ പ്രമാണ എന്ന് പറഞ്ഞാൽ ഒരു സംസ്കൃത വാക്കാണ്. അത് പ്രമ എന്ന വാക്കിൽ നിന്നാണ് ഈ പ്രമാണ എന്ന പറഞ്ഞ വാക്ക് വന്നിട്ടുള്ളത്. അത് ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചുകൂടായില്ല. അതിൻ്റെ മീനിങ് വാലിഡ് നോളജ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ പ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പുതിയ അറിവ് ശേഖരിക്കാനുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള മാർഗങ്ങൾക്കാണെന്ന് പറയാം പ്രമാണ എന്ന് പറയാം. പ്രധാനമായിട്ടും 6 തരത്തിലുള്ള പ്രമാണങ്ങളുണ്ട്. ഒന്ന് പ്രത്യക്ഷ പ്രമാണ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി, അനുപലബ്ധി. ഈ 6 ഈ പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ. ഓക്കെ, ഇതിൽ പല ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് തോട്ടുകളും ഈ 6 പ്രമാണങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചില സ്കൂൾ ഓഫ് തോട്ടുകൾ മാത്രമാണ് എല്ലാ പ്രമാണങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ചർവാകാസ്, അവർ പ്രത്യക്ഷ പ്രമാണം മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ന്യായ, അവർ എല്ലാ പ്രമാണങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എസ്പെഷ്യലി പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ ഇതവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രമാണ, അതിൻ്റെ വിശദീകരണം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ പ്രമാണ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എപ്പിസ്റ്റമോളജിക്കൽ അല്ലെങ്കിൽ മെത്തേഡ്സ് by which a person obtains accurate and reliable
knowledge about the world. ലോകത്തെക്കുറിച്ച് അറിവ് ശേഖരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണെന്ത് ഈ പ്രമാണാസ് എന്ന് പറഞ്ഞാൽ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം കുറേ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ഇതിൽ ഈ ടോപ്പിക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 5 വ്യത്യസ്ത ടൈപ്പ് ഓഫ് പ്രമാണാസ് ഇതിലുണ്ട്. അതിന് നമ്മൾ പറഞ്ഞല്ലോ, പ്രമാണ എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്കാണല്ലേ. പ്രമാണ ഫ്രം ദ സാൻസ്ക്രിറ്റ് റൂട്ട്. പ്രമ എന്ന് പറഞ്ഞ വാക്കുന്നാണ് പ്രമാണ എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുള്ളത്. മീനിങ് വാലിഡ് നോളജ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് നോക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വ്യത്യസ്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ക്ലാസിക്കൽ ഇന്ത്യൻ ലോജിക്കിൽ പ്രധാനമായിട്ട് 6 തരത്തിലുള്ള പ്രമാണാസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. In classical Indian logic, traditionally recognized 6 distinct types of പ്രമാണ. ഓരോന്ന് നമുക്ക് നോക്കാം. കുറച്ച് സമയം എടുക്കുമെങ്കിലും അത് നോക്കുന്നത് നല്ലതാണ്. അതിൽ ഒന്നാണ് പ്രത്യക്ഷ പ്രമാണ. പ്രത്യക്ഷ പ്രമാണ അത് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈ പ്രത്യക്ഷ പ്രമാണം തന്നെ ഒരുപാട് വിശദീകരണം ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. ഇതിൽ പ്രത്യക്ഷ പ്രമാണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ടും നേടിയെടുക്കുന്ന അറിവിനാണെന്ന് പറയാം പ്രത്യക്ഷ പ്രമാണ എന്ന് പറയുന്നത്. ഇത് ലോകത്തിൻ്റെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മീൻസ് ഓഫ് നോളജാണ്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. എഴുതി വെക്കാം. ദിസ് ഈസ് നോളജ് acquired through direct, immediate experience. It is considered the most fundamental and universally accepted പ്രമാണ. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ പ്രധാനമായിട്ട് 2 പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ പ്രത്യക്ഷ അല്ലെങ്കിൽ പെർസെപ്ഷനിൽ 2 ഘടകങ്ങൾ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് എക്സ്റ്റേണൽ പെർസെപ്ഷൻ, മറ്റൊന്നാണ് ഇൻറ്റേർണൽ പെർസെപ്ഷൻ. അങ്ങനെ 2 പെർസെപ്ഷനുകൾ പ്രത്യക്ഷ പ്രമാണയിൽ വരുന്നുണ്ട്. ഒന്നാണ് എക്സ്റ്റേണൽ
പെർസെപ്ഷൻ. എക്സ്റ്റേണൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ആളുകളുമായിട്ട്, സൊസൈറ്റിയുമായിട്ട്, എൻവയോൺമെൻറ്റുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും മണം, രുചി, ടച്ച്, ഇതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനെയാണ് എന്താ പറയുക, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നോളജിനെയാണ് എന്താ പറയുക, എക്സ്റ്റേണൽ പെർസെപ്ഷൻ എന്ന് പറയാം. അത് എന്താണ്, നോളജ് സൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ടേസ്റ്റ്, ടച്ച്, interacting with worldly objects. ഇതാണ് എക്സ്റ്റേണൽ പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇന്റേണൽ പെർസെപ്ഷൻ? ഇന്റേണൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫീലിംഗ്, പ്ലഷർ, നമ്മളെ കോഗ്നിറ്റീവ് അവെയർനെസ്സിനെ, നമ്മളെ ഇൻറ്റേർണൽ അവെയർനെസ്സിനെയാണ് എന്താ പറയുക, ഇൻറ്റേർണൽ പെർസെപ്ഷൻ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് വേദന വന്നു, പ്ലഷർ, ഡിസയർ, ദേഷ്യം, ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ് അവെയർനെസ് ആണ് അല്ലേ. ഇതിനോട് എന്ത് ചെയ്യും, നമ്മൾ അറിവുകൾ മനസ്സിലാക്കുകയും ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനാണ് എന്ത് പറയാം, ഇൻറ്റേർണൽ പെർസെപ്ഷൻ എന്ന് പറയാം. ഇൻഡ്യൂട്ടീവ് or cognitive awareness, അതുപോലെ such as feeling, pain, pleasure, desire or anger. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഫസ്റ്റ് പ്രമാണം എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. എന്താണ്? അനുമാനാണ് രണ്ടാമത്തത്. അനുമാനಕ್ಕೆ ഇൻഫറൻസ് എന്ന് പറയും. നമ്മൾ എക്സാമിന് മുമ്പ് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നു അനുമാനം. അത് നമ്മൾ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് അനുമാന എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിളാണ്, ഒരു വലിയ മല, ആ മലയുടെ ബാക്കിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. അപ്പോൾ ഈ പുക കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും എന്താണ്, ആ മലയുടെ ബാക്കിൽ തീ ഉണ്ട് എന്നുള്ളത്. ആക്ച്വലി നമുക്ക് തീ കാണാൻ കഴിയുന്നില്ല, പക്ഷേ ആ പുക വെച്ചിട്ട് നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് അവിടെ
തീ കത്തുന്നുണ്ട് എന്നുള്ളത്, അത് അനുമാനമാണ്. ഓക്കെ, അപ്പോൾ അന്ന് ചിത്രമൊക്കെ വരച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് എന്താ നമുക്ക് നോക്കാം. അനുമാനം, നോളേജ്, ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു. നോക്കാം, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. Knowledge that is logically deduced from prior knowledge or a known premise. It relies on a universal invariable relationship. വ്യാപ്തി എന്നാണ് പറഞ്ഞല്ലേ എന്ന്, വ്യാപ്തി ബിറ്റ് അനുമാനം. അത് വ്യാപ്തി എന്ന് പറഞ്ഞാലേ വ്യാപ്തി എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്നാണ്, ഇൻവാരിയബിൾ റിലേഷൻഷിപ്പിനാണ് വ്യാപ്തി എന്ന് പറയാം, ബിറ്റ്വീൻ ടു തിങ്സ്. ഓക്കെ, ഈ അനുമാനം പറഞ്ഞ സമയത്ത് നമ്മളന്ന് വ്യാപ്തിയൊക്കെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ആ മെറ്റീരിയൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത്, നമ്മൾ ഒരു മണിക്കൂറിലധികം ഈ ടോപ്പിക്ക് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇനി 3 നോക്കാം. മൂന്നാമത് ഉപമാനം. ഉപമാനം എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ അല്ലെങ്കിൽ അനലോജി എന്ന് പറയും. നല്ല കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 2 വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ അവെയറാണ്, ഇൻഫോർമേഷൻ നമുക്കുണ്ട്. അപ്പോൾ മറ്റൊരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റുമായി കമ്പയർ ചെയ്തത് മനസ്സിലാക്കാം. അങ്ങനെ പറഞ്ഞാൽ സിമ്പിളായിട്ട് അന്ന് നമ്മൾ പറഞ്ഞതായിരുന്നു. അന്ന് നമ്മൾ കാട്ടുപോത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. നമ്മളെ നാട്ടിലുള്ള ഒരു പോത്തിനെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തെ നമ്മൾ കണ്ടു. എന്നിട്ട് നമ്മൾ കാട്ടിൽ പോകുന്ന സമയത്ത്, ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് കാട്ടിൽ ഒരു ജീവിയെ കണ്ടു. നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ പോത്തിനെ പോലുള്ള ഒരു ജീവിയെ കണ്ടു. അപ്പോൾ നമ്മൾ അതിനെ കാട്ടുപോത്തായിട്ട് മനസ്സിലാക്കി, നമ്മൾ ഇത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി. അങ്ങനെ നമുക്ക് ഒരു നായയെ നമ്മൾ കണ്ടു, നമുക്ക് നായയെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. പുതിയ നമ്മൾ അമേരിക്കയിൽ പോയ സമയത്ത് അല്ലെങ്കിൽ യൂറോപ്പിൽ പോയ സമയത്ത് അവിടെ പ്രത്യേക തരം ഒരു ജീവിയെ കണ്ടു. അപ്പം അത് നമുക്കറിയുന്ന നായയുടെ മനസ്സിലുള്ള രൂപത്തെ ഇതുമായി കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് നായയായിട്ട് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ മുൻപ് അറിയില്ല, നമുക്ക് എന്താണ് ചില സവിശേഷതകൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മറ്റൊരു അറിവുള്ള വസ്തുവിനെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കുന്നതിനാണ് ഉപമാനം എന്ന് പറയാം. നോളജ് ഗെയിൻഡ് ബൈ recognizing the similarity between
a knowledge, known and an unknown object based on a prior description. അതായത് നമുക്ക് അറിയുന്ന വസ്തുവും അറിയാത്ത വസ്തു നമ്മൾ കമ്പയർ ചെയ്യാം. ഈ നാലാമത്തെ നമുക്ക് നോക്കാം. നാലാമത്തെ ശബ്ദം. ശബ്ദത്തെ നമ്മൾ വെർബൽ ടെസ്റ്റിമണി, ശബ്ദം എന്ന് പറഞ്ഞാൽ വെർബൽ ടെസ്റ്റിമണിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്, സ്പോക്കൺ ആൻഡ് റിട്ടൺ വേർഡ്, റിലയബിൾ ആയിട്ടുള്ള എന്താണ് അതോറിറ്റേറ്റീവ് ആയ സോഴ്സ് എന്നുള്ള എന്താണ് റിലയബിൾ ആയിട്ടുള്ള സ്പോക്കൺ റിട്ടൺ വേർഡ്സ്, വാക്കുകളെയും ശബ്ദങ്ങളെയൊക്കെയാണ് എന്ത് പറയാം, ശബ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ട് തരത്തിലുണ്ട്, ലൗകിക ഉണ്ട്, വൈദിക ഉണ്ട്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ശബ്ദ ഇതിൽ രണ്ടായിട്ട് തന്നെ ശബ്ദത്തെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ആദ്യം ശബ്ദം എന്താണെന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. Knowledge gained through spoken or written words of a reliable, trustworthy, and unauthoritative source. ഇതിനെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും. ഒന്നാണ് ലൗകിക. ലൗകിക എന്ന് പറഞ്ഞാൽ സെക്യുലർ. അതായത് നമ്മൾ ഡെയിലി കാര്യങ്ങൾ, നമ്മൾ പത്രം വായിക്കുക, ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷൻസ്, എക്സ്പേർട്ടിൻ്റെ അഡ്വൈസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ലൗകിക എന്ന് പറയും. ദ വേർഡ് ഓഫ് റിലയബിൾ human being or expert അതാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, റീഡിങ് എ സയൻറ്റിഫിക് ജേർണൽ or trusting a doctor diagnosis. അപ്പോൾ ഇതിൽ വരുന്നതാണ്. മറ്റൊന്നാണ് എന്ത്, വൈദിക. വൈദിക വൈദിക സ്ക്രിപ്ച്വൽ. ഇത് വേദവുമായി ബന്ധപ്പെട്ട, സാക്രഡ് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ട്രഡീഷണൽ നോളജാണ്. റിലീജിയസ് നോളജിനാണ് വൈദിക എന്ന് പറയാം. ദ വേർഡ് ഓഫ് ദ വേദാസ്
എല്ലാം ആവാം. ഓർ സാക്രഡ് ടെസ്റ്റ് which traditional school consider infallible. തെറ്റല്ല എന്ന് ട്രഡീഷണൽ സ്കൂൾ മനസ്സിലാക്കുന്ന എല്ലാ നോളജും വൈദികയിൽ വരും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. 5 അർത്ഥപതി. അർത്ഥപതി എന്ന് പറഞ്ഞാൽ പോസ്റ്റുലേഷൻ. അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ. അർത്ഥപതി എന്ന് പറഞ്ഞാൽ 2 ഫാക്റ്റുകൾ തമ്മിൽ കോൺട്രാഡിക്ഷൻ വരുന്ന സമയത്ത് എത്തുന്ന കൺക്ലൂഷനെയാണ് എന്ത് പറയാം, അർത്ഥപതി എന്ന് പറയാം, പോസ്റ്റുലേഷൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ബാബു പറയാണ്, ബാബു രാവിലെ മുതൽ ഫാസ്റ്റിങ്ങിലാണ്, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ അയാൾ നോക്കുന്ന സമയത്ത് അയാൾ തടി കൂടി വരികയാണ്. അയാൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് രാവിലെ, ഒരു ഉദാഹരണം പറഞ്ഞാണ്, കഴിഞ്ഞൊരു 10 വർഷമായിട്ട് അയാൾ ഭക്ഷണമേ കഴിക്കുന്നില്ല എന്നാണ് ബാബു പറയുന്നത്. അതായത് പുലർച്ചെ മോർണിംഗിൽ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്ന് അയാൾ പറയുന്നത്. ഡേ ടൈമിൽ ഫാസ്റ്റിംഗ് ആണ് അയാൾ. പക്ഷെ അയാൾ തടി കൂടി വരികയാണ്. അപ്പോൾ ഇത് തമ്മിൽ 2 സ്റ്റേറ്റ്മെൻറ്റുകളും കോൺട്രാഡിക്ഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ എത്തുന്ന പോസ്റ്റുലേറ്റ് ആണെന്ത്, അദ്ദേഹം സീക്രട്ടായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നത്. ഓക്കെ, അപ്പോൾ അത് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ, 2 ആശയങ്ങൾ തമ്മിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന അസംഷനാണ് എന്ത് പറയാം, അർത്ഥപതി എന്ന് പറയാം. ഒരു പോസ്റ്റുലേറ്റ് ആണ്. ഓക്കെ, the process of deriving a new fact to explain an apparent contradiction or an otherwise inexplicable observation. It is an assumption made to resolve a conflict between 2 established facts. അതായത് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി. ഒരാൾ പറയുന്നുണ്ട് അയാൾ ഫാസ്റ്റിങ്ങിലാണ്, പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അയാൾ തടിക്കുന്നുമുണ്ട്. അപ്പോൾ 2 ഫാക്റ്റാണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്, അയാൾ ആരും പറയാതെ മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും എന്നുള്ളത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി 6ാമത്തേതായിട്ട് നോക്കാം.
അനുപലബ്ധി. അനുപലബ്ധി നമ്മൾ ഉദ്ദേശിക്കുന്നത് നോൺ അപ്രഹെൻഷൻ. അത് ഇല്ല, നോൺ എക്സിസ്റ്റൻസിനെ കുറിച്ചും ആബ്സെൻസിനെ കുറിച്ചും മനസ്സിലാക്കുന്നതിനെയാണ് എന്താ പറയുക, അനുപലബ്ധി എന്ന് പറയാം. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ക്ലാസ് റൂമിലേക്ക് പോയി. അപ്പോൾ ക്ലാസ് റൂമിൽ ശരിക്ക് 60 കുട്ടികളുള്ള ക്ലാസ്സാണ്. ആ ക്ലാസ് റൂമിൽ പോയപ്പോൾ ആരുമില്ല ക്ലാസ്സിൽ. അപ്പോൾ നമ്മളൊന്നും കാണില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, അത് അവിടെ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് അനുപലബ്ധി എന്നാണ് പറയാം. നോൺ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള നോളജാണത്. ഓക്കെ, സംതിങ് മിസ്സിങ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിനാണ് അനുപലബ്ധി എന്ന് പറയുന്നത്. ഇതിലുമായി ബന്ധപ്പെട്ട് കുറേ ടേംസ് ഉണ്ട്, ജസ്റ്റ് ഒരു വിശദീകരണം മാത്രമാണ്. എന്താ ഇമ്മീഡിയറ്റ് നോളജ് of the absence or non-existence of an object, just as we use perception to know an object is present, we use anupalabdhi to know it is missing. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ടോപ്പിക് കൂടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്, ഡിഫറെൻറ്റ് ഫിലോസഫിക്കൽ തോട്ട്സുകളുണ്ട്, ഡിഫറെൻറ്റ് ഫിലോസഫിക്കൽ സ്കൂളുകൾ ഇന്ത്യൻ വേദിക് കാലഘട്ടത്തിലുണ്ടായിരുന്നു. പല വേദിക് കാലഘട്ടത്തിലെ ആളുകളും ഇതെന്ത് ചെയ്തില്ല, എല്ലാം എന്ത് ചെയ്തിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ചില എന്താണ് പ്രമാണാസ് എന്ത് ചെയ്തിട്ടില്ല, അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിൽ ഒരു ടേബിൾ വരക്കാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ടേബിൾ വരയ്ക്കും. ഫിലോസഫിക്കൽ സ്കൂള്, അതുപോലെ accepted, പ്രമാണാസ്, ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചർവക അല്ലെങ്കിൽ ഇതിനെ നമ്മൾ മെറ്റീരിയലിസം എന്ന് പറയും. അതായത് ഒരു പ്രമാണം മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, അത് പ്രത്യക്ഷ പ്രമാണമാണ്. മറ്റൊന്നാണത് ബുദ്ധിസം.
അതുപോലെ തന്നെ മറ്റൊന്നുകൂടി ഉണ്ട്. വൈശേഷിക. ബുദ്ധിസവും വൈശേഷികാസും 2 പ്രമാണങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നാണെന്ത്? പ്രത്യക്ഷ, അതുപോലെ തന്നെ അനുമാനം. ഇത് രണ്ടും പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ജൈനിസം. അതുപോലെ തന്നെ സംഖ്യ, അതുപോലെ തന്നെ യോഗ. ഇവര് 3 പ്രമാണങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷ, അതുപോലെ അനുമാന, അതുപോലെ തന്നെ ശബ്ദം. ഈ 3 ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ന്യായ. ഇത് 3 ഇത് ഈ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ കൊടുക്കുന്നത് അത് വ്യത്യസ്ത ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് തോട്ടാണ്. അത് ഇന്ത്യയിൽ മുമ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്ന ഫിലോസഫിക്കൽ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവുകളാണ് ഈ പറയുന്നത്. അതിൽ ന്യായ 4 തരത്തിലുള്ള പ്രമാണാസ് അക്സെപ്റ്റ് ചെയ്തിരുന്നു. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് പ്രത്യക്ഷ, അതുപോലെ തന്നെ അനുമാന, അതുപോലെ തന്നെ ഉപമാന, അതുപോലെ തന്നെ ശബ്ദ. ഇങ്ങനെ 4 ന്യായ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അടുത്താണ് പ്രഭാകര മീമാംസ. ഇവര് പ്രഭാകര അത് പൂർവമീമാംസ ഉണ്ട്. മീമാംസ തന്നെ വ്യത്യസ്ത, അതിൽ തന്നെ കുറേ ടൈപ്സ് ഉണ്ട്. ഇത് ശരിക്കും ഇതൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ കുറേ ആഴത്തിലുള്ള ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ടേംസ് മാത്രമേ പറയുന്നുള്ളൂ. ഇതൊക്കെ ഈ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നായതുകൊണ്ട് മാത്രമാണ് ഈ സാധനം ഇങ്ങനെ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദിച്ചുകൂടായില്ല. ഓരോ പേഴ്സ്പെക്റ്റീവും ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 വർഷം 5 വർഷം ബാക്കിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വരുന്നതൊക്കെ മാച്ച് ദ ഫോളോയിങ്, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, അതായത് ഒരുപാട് ഇൻഫോർമേഷൻസ് ഒന്നിച്ച് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ കൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി കുറേ ടേംസ് നമുക്ക് അറിഞ്ഞാലേ അതിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള ടേമുകളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റായ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം ഈ മുകളിൽ പറയുന്നതും അതായത് നമ്മൾ പറഞ്ഞ 5 പ്രത്യക്ഷ, കോമ, അനുമാന, കോമ, ഉപമാന, കോമ, ശബ്ദ, കോമ, അർത്ഥപതി. ഇങ്ങനെ 5 ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് അദ്വൈത വേദാന്തം.
അദ്വൈത വേദാന്തം, അതുപോലെ കുമാരില മീമാംസ. ഇവർ 6 അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും കുറേ പോയിന്റുകളുണ്ട്. ഞാൻ വളരെ ഷോർട്ടായിട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതിൽ കുറേ പല ടൈപ്പ് ഓഫ് ഫിലോസഫിക്കൽ സ്കൂളുകളുണ്ട്. 1 മുതൽ 6 വരെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെ 6 പോയിന്റുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്ത് പറയുന്നത്, പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി. ഇതെല്ലാം ഒരു ഒന്നും മിസ്സായല്ലോ, 5 ആയിട്ടുള്ളൂ. അർത്ഥപതി, പിന്നെ ഏതായിരുന്നു നമ്മൾ പറഞ്ഞ അനുപലപ്തി. എല്ലാം ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ്, ഇത് നോക്കി പോകണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ നേരെ തൊട്ട് മുകളിൽ പറഞ്ഞ ആൻസർ തന്നെയാണ്, നിങ്ങൾ തന്നെ പറയണം. പ്രമാണം, ഹൗ മെനി പ്രമാണാസ് അക്സെപ്റ്റഡ് ബൈ ചർവാക സ്കൂൾ? യെസ്, യെസ്, പ്രത്യക്ഷ. ഇതുപോലെ ഒന്ന് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ സ്കൂൾ ഓഫ് തോട്ടുകളുണ്ട്. അതിൽ ഒന്നാണ് ചർവാക എന്ന് പറയുന്നത്. ഇനി അടുത്തതിൻ്റെ ആൻസറും നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ദ ടേം പ്രമാണ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ട്രൂത്ത്, വാലിഡ് മീൻസ് ഓഫ് നോളജ്, ഒബ്ജക്റ്റ് ഓഫ് നോളജ്, എന്താണ്? യെസ്, വാലിഡ് മീൻസ് ഓഫ് നോളജ്. ഇനി പ്രത്യക്ഷ ഈസ് ദ മീനിങ് ഓഫ് നോളജ്. പ്രത്യക്ഷ ഈസ് ദ മീൻസ് ഓഫ് നോളജ് ത്രൂ ഏതാണ്? യെസ്, പെർസെപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്കൂൾ ഓഫ് ഇന്ത്യൻ സ്കൂൾ ഫിലോസഫി accept all 6 പ്രമാണാസ്? യെസ്, അദ്വൈത വേദാന്ത. അടുത്തത്, നോളജ് ഗെയിൻഡ് ത്രൂ സിമിലാരിറ്റി ഓഫ് വൺ ഒബ്ജക്റ്റ് ടു അനദർ ഈസ് കാൾഡ്? യെസ്, കറക്റ്റാണ്, ഉപമാനം. ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പറയാത്തത്. അടുത്തത് ഒരു ക്ലാസിക് എക്സാമ്പിളാണ്, ദ ഹിൽ ഈസ് ഓൺ ഫയർ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. വാട്ട് ഈസ് സ്മോക്ക്? യെസ്, ഹേതു. യെസ്, ഹേതു. ഈ ടേമൊക്കെ നമ്മൾ അന്ന് ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചു. ഇതൊക്കെ നോക്കി പോകണം കേട്ടോ, ടേം ഹേതു. അല്ലല്ല, ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ലിങ്ക് മാറി ടെസ്റ്റ്. ഓക്കെ, ഏതാ ലിങ്ക് മാറി നോക്കിയതായിരിക്കും. ഓക്കെ, നോക്കാം. അടുത്താണ് ശബ്ദ ആസ് എ പ്രമാണ റെഫേഴ്സ് ടു. എന്താണ് ശബ്ദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, വെർബൽ ടെസ്റ്റിമണി. നമുക്ക് കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് പോകാം. വ്യാപ്തി 13. വ്യാപ്തി റെഫേഴ്സ് ടു
യെസ്, ഇൻവേരിയബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹേതു ആൻഡ് സാധ്യ. അടുത്തത് നമുക്ക് നോക്കാം. പക്ഷ. പക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷ ഇൻ ഇന്ത്യൻ ലോജിക് റെഫേഴ്സ് ടു ദ മേജർ ടേം, മിഡിൽ ടേം, മൈനർ ടേം, ദ റീസൺ. മൈനർ ടേം അല്ല, മേജർ ടേം ആണ്. അതെന്താ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. 4 ശരിയാണ്. സാധ്യയാണ് മേജർ ടേം, ഇത് മൈനർ ടേം ആണ് കേട്ടോ. കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ സാധ്യയാണ് എന്താണ് മേജർ ടേം അല്ലേ? ഓപ്ഷൻ 5, ഓപ്ഷൻ സി മേജർ ടേം, അത് മാറരുത്. പിന്നെ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രമാണ? താഴെ പറയുന്നതിൽ പ്രമാണം ഏതാണ്? സംശയ നമ്മൾ മലയാളത്തിൽ സംശയം എന്ന് പറയുന്ന വാക്കാണ്. സംശയം. അത് ഒരിക്കലും എന്തല്ല, അതൊരു പ്രമാണമല്ലല്ലോ. ഓക്കെ, അപ്പോൾ അടുത്തത് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ബാക്കിലേക്ക്. ഓക്കെ, 24ാമത്തെ ചോദ്യം നോക്കാം. ദ സ്റ്റേറ്റ് ഓഫ് നോൺ പെർസെപ്ഷൻ ആസ് എ സോഴ്സ് ഓഫ് നോളജ്. നേരത്തെ നമ്മൾ പറഞ്ഞു, നോൺ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പ്രത്യക്ഷ പറഞ്ഞു. നോൺ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അനുപലബ്ധി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഹേതു ഈസ് ആൾസോ നോൺ ആസ് എന്താണ്? ദ പ്രബന്ധം, ദ പ്രൊബൻസ്, ദ സബ്ജക്റ്റ്, ദ എക്സാമ്പിൾ. ഹേതു എന്ന് പറഞ്ഞാൽ പ്രൊബൻസ് ആണ്. ഓക്കെ, പ്രൊബൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എവിഡൻസ്. നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ എവിഡൻസിനെയാണ് എന്ത് പറയുക, പ്രൊബൻസ് എന്ന് പറയാം. അവിടെ ആ ടേം ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞ വാക്ക് അതിലുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടേം പ്രൊബൻസ് എന്നായതുകൊണ്ടാണ് അത് അവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. കൺഫ്യൂഷനിൽ മാത്രമേ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുള്ളൂ, അല്ലാത്തത് നമുക്ക് അറിയുന്നതാണല്ലോ. ഇൻ ഇംഗ്ലീഷ് ലോജിക്കൽ terminology, ഹേതു translates to probense. Probense എന്ന് പറഞ്ഞാൽ probense means the evidence or the reason given to prove a point. ഇനി സാധ്യ എന്ന് പറഞ്ഞാൽ അത് പ്രബന്ധം എന്നാണ് പറയാം. ദ സാധ്യ ഈസ് കാൾഡ് ദ
പ്രബന്ധം. പ്രബന്ധം. that which is to be proven. എന്താണ് തെളിയിക്കപ്പെടാൻ പോകുന്നത്? അത് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹേതു അല്ലെങ്കിൽ പ്രപഞ്ചം എന്ത് ചെയ്യുന്നത് നമ്മളെ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്ര ഒക്കെ അറിയുന്നതാണ്. ലോജിക്കൽ ഫാലസീസ് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ റിലേഷൻഷിപ്പ് ഓഫ് കോ എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ ടു തിങ്സ്. എന്താണ് ദ റിലേഷൻഷിപ്പ് ഓഫ് കോ എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ ടു തിങ്സ്? ഓപ്ഷൻ വ്യാപ്തി, സഹചര, അതുപോലെ സന്നികർഷ, പ്രമാണ. സഹചര, അതാണ് അതിൻ്റെ ആൻസർ. സഹചര. അതിൻ്റെ അതിൻ്റെ മീനിങ് ജസ്റ്റ് പോയിന്റുകളൊന്ന് വിശദീകരിക്കാം. സഹചര എന്ന് പറഞ്ഞാൽ മൂവിങ് ടു ദ, ഒരുമിച്ച് സഞ്ചരിക്കുക എന്നുള്ളതാണ് സഹചര എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, മലമുകളിൽ എന്താണ് പുക ഉയരുന്നുണ്ട്, ബാക്കിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതേ സമയത്ത് തന്നെ അതിൻ്റെ ബാക്കിൽ തീ കത്തുന്നുണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ എന്താണ് ഒരുമിച്ച് കണക്ട് ചെയ്യപ്പെടുന്നതിന് സഹചര എന്ന് പറയും. സഹചര ലിറ്ററലി മീൻസ് മൂവിങ് ടുഗദർ. or coexistence. അപ്പോൾ അതിൽ വരുന്ന മറ്റൊരു പോയിന്റാണ്, ഇറ്റ് ഈസ് ദ ഒബ്സർവേഷൻ ദാറ്റ് two things exist together in the same place and time. Example like smoke and fire. രണ്ടും ഒരുമിച്ച് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാ ഓക്കെ. നമ്മൾ റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് ഓഫ് സഹചര, അതിനെന്ത് പറയും, വ്യാപ്തി എന്ന് പറയും. ഓക്കെ, അത് നമ്മളിതിൽ ആഡ് ചെയ്യാം. അതിന് പറയുന്ന ഒരു പേരാണ് ബുയോദർശാന. എന്നിട്ട് നമ്മൾ സംസ്കൃത വേർഡാണ്, അത് അതുപോലെ പഠിച്ചു വെക്കാം. ലീഡ്സ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വ്യാപ്തി. അത് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ്. അതുപോലെ ഇന്ത്യൻ ലോജിക്കിൽ ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ
അടിസ്ഥാനമാണ് ഈ സഹചര എന്ന് പറയുന്നത്. അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. ഇറ്റ് ഈസ് ദ എംപിരിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡക്റ്റീവ് റീസണിങ് ഇൻ ഇന്ത്യൻ ലോജിക്. ഇപ്പോൾ നമ്മൾ സഹചര നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സഹചര മാത്രം ഉണ്ടായി എന്ന് കരുതി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഇതിൻ്റെ കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അതിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റില്ല. ഓക്കെ, സഹചരം മാത്രം മതിയാവില്ല, അതിൻ്റെ കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല എന്നുള്ളത് അതിൽ മെയിൻ പോയിൻ്റാണ്. അതും കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഓർക്കേണ്ടതാണ്. ഹൗഎവർ സഹചര അലോൺ ഈസ് നോട്ട് ഇനഫ്. One must also ensure there is no contradictory instance. അതുകൂടെ അതിൽ നോക്കാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ലൗകിക ആൻഡ് അലൗകിക. ഇത് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ച വേറൊരു വാക്കായിരുന്നു അല്ലേ, ലൗകികയും അതുപോലെ തന്നെ എന്തായിരുന്നു പറഞ്ഞത്, വൈദിക. വൈദിക എന്ന് പറഞ്ഞാൽ അലൗകികക്കാണെന്ന് പറയാം വൈദിക എന്ന് പറയാം. വൈദിക കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടേമാണ്, വേദിക് ആൻഡ് സാക്രഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള. അലൗകിക എന്ന് പറഞ്ഞാൽ അതിലെല്ലാം വരുന്നുണ്ട്, എല്ലാ പേഴ്സ്പെക്റ്റീവുകളും വരുന്നുണ്ട്. അതായത് എല്ലാത്തിലും, അതായത് ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ നമ്മളൊരു വ്യത്യസ്ത സ്കൂൾ ഓഫ് തോട്ടുകൾ പറഞ്ഞില്ലേ, അതെല്ലാ സ്കൂൾ ഓഫ് തോട്ടുകളിലുള്ളതും അലൗകികയിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ വൈദിക എന്ന് പറയുമ്പോൾ അത് എസ്പെഷ്യലി വേദഗ്രന്ഥങ്ങളൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിലെന്ത് പലതരത്തിലുള്ള ഇപ്പം പേഴ്സ്പെക്റ്റീവുകൾ, എല്ലാ പേഴ്സ്പെക്റ്റീവുകളും അതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല ഈ വൈദികയിൽ. അലൗകിക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അലൗകിക എന്ന് പറഞ്ഞാൽ എല്ലാ ഫിലോസഫിക്കൽ പേഴ്സ്പെക്റ്റീവ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കാം, ലൗകികയും അലൗകികയും എന്തിലാണ് വരുന്നത്? ശബ്ദം അല്ലേ, ശബ്ദം. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. 30ാമത്തെ ചോദ്യം. ഇൻ ഇന്ത്യൻ ലോജിക് ദ സബ്ജക്റ്റ് വേർ the middle term resides is ഏതാണ്? The subject where the middle term resides is സാധ്യ, പക്ഷ, ഹേതു, വ്യാപ്തി. ഓക്കെ, പക്ഷ എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് എഴുതി വെക്കാം. നമുക്ക് അറിയാത്തത് മാത്രമായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് നോക്കുകയാണ്. കാരണം അതൊന്ന് റെഫർ ചെയ്യേണ്ടതാണല്ലോ. അറിയുന്നത് പിന്നെ നമുക്ക് പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അറിയാത്തത് ഫാസ്റ്റ് കുറച്ചൊരു പോയിന്റുകൾ ആഡ് ചെയ്യുന്നത്. ഇത് പക്ഷ ഈസ് ദ സബ്ജക്റ്റ് under investigation. In an inference. അതുപോലെ ഹേതു എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് സൈറ്റ് വേർ ദ ഒബ്സർവ്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്പെസിഫിക് സൈറ്റിനാണെന്ന് പറയാം ഹേതു എന്ന് പറയാം.
it is the specific ഓക്കെ സോറി. ഈ പക്ഷ എന്ന് പറഞ്ഞത് നമ്മൾ ഹേതു ഒബ്സർവ് ചെയ്യുന്ന സ്പെസിഫിക് സൈറ്റാണ്, അങ്ങനെയാണ്. ഓക്കെ, പക്ഷയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷ ഈസ് ദ സ്പെസിഫിക് where we observe hedu, middle term. അപ്പോൾ നമ്മൾ പക്ഷയിൽ ഹേതു കൂടി ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ സാധ്യ ആൾസോ ഉണ്ട്. അതിൽ നിന്ന് നമുക്കൊന്ന് സാധ്യ കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് സാധ്യ. നമ്മൾ പക്ഷായിൽ വേദം ഉണ്ടെങ്കിൽ, ഹേതു ഉണ്ടെങ്കിൽ അതിൽ അവിടെ സാധ്യ നമുക്ക് ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. because of the hedu is found in the paksha, we deduce the sadhya is also there. അതിന് ഒരു ഉദാഹരണം ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഇതെന്താ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം, ഒരു മലയുടെ മുകളിൽ എന്ത് വരുന്നുണ്ട്, പുക ഉയരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അതിൻ്റെ അടിയിൽ എന്തുണ്ട്, തീ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പക്ഷ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഈ എന്താണ്, ഹില്ലാണ്. ഹില്ലിനെ പക്ഷ എന്ന് പറയുന്നു. നമുക്ക് ഹില്ലില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ആ മല ഇല്ലെങ്കിൽ പിന്നെ എന്തില്ല, ഹേതു ഇല്ല, ഒന്നുമില്ലല്ലോ, സാധ്യയില്ല, ഹേതു ഇല്ല. അപ്പോൾ അതിനെ മൊത്തത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ഒന്നാണെന്ത്, പക്ഷ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും കൂടെ അത് നോക്കി വെക്കുന്ന, അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഇൻ ദ ഫയർ and smoke, back side example, the hill is the paksha because that is where the smoke എക്സാമ്പിൾ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഷോർട്ടാക്കിയത്. മലയുടെ ഹില്ലിൻ്റെ ബാക്കിൽ നിന്ന് തീ വരുന്നുണ്ടെന്നുള്ള ആ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പക്ഷയാണത്, ഹില്ലാണ് പക്ഷ എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്, പക്ഷ ഡിഫൈൻ ചെയ്യാതെ നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. വിത്തൗട്ട് എ ഡിഫൈൻഡ് പക്ഷ പക്ഷ ഇൻഫറൻസ് has no anger in reality. അതാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ചും കൂടെ എന്താണ് നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് സീക്വൻസ് ഓഫ് ന്യായ സിലോജിസം. ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ന്യായ സിലോജിസത്തിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? യെസ്, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നമുക്ക് ഓപ്ഷൻ ബി അതിൻ്റെ ഒരു വിശദീകരണം ജസ്റ്റ് ഒന്ന് നോക്കാം. ചിലപ്പോൾ ഇത്രയും ടേമുകൾ പറഞ്ഞല്ലോ, അപ്പോൾ ടേമുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അതായത് പറഞ്ഞ തന്നെയായിരുന്നു. അതിൽ പറയാത്ത കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. മറ്റുള്ളതെന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ന്യായ സിലോജിസത്തിലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഓർഡർ ഉണ്ടായിരിക്കും. ഓക്കെ, മറ്റുള്ളത് മാതിരിയൊന്നല്ല, അതിന് കൃത്യമായിട്ടുള്ള ഓർഡറുകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ സ്ട്രിക്റ്റ് structural order of the Nyaya പരാർത്ഥാനുമാന അല്ലെങ്കിൽ ന്യായ സിലോജിസം. അതിൽ ഒന്ന് വരുന്നത് എന്താണ്? പ്രതിജ്ഞ. മുമ്പ് നമ്മൾ നോക്കിയതായിരുന്നു പ്രതിജ്ഞ. പ്രപ്പോസിഷൻ. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉദാഹരണം ഹില്ലിൻ്റെ ബാക്കിൽ എന്തുണ്ട്, തീയുണ്ട് എന്ന് പറഞ്ഞ ഉദാഹരണം വെച്ചിട്ടാണ് ഇവിടെ എക്സാമ്പിൾ വിശദീകരിക്കുന്നത് കേട്ടോ. ദ ഹിൽ ഈസ് ഓൺ ഫയർ. രണ്ടാമത്തത് ഹേതുവിന് റീസൺ എന്ന് പറയും. ഹേതു എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. ഹേതു എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസണാണ്. ആദ്യം നമ്മൾ പ്രതിജ്ഞ പറഞ്ഞു, കാരണം പറഞ്ഞു, അതിൻ്റെ റീസണാണ് താഴെ പറഞ്ഞത്. 2 ഹേതു. മൂന്നാമത്തത് ഉദാഹരണം. ഉദാഹരണം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ. wherever there is smoke, there is fire. ഉദാഹരണം ലൈക്ക് ഇൻ കിച്ചൺ. കിച്ചൺ അതിനൊരു ഉദാഹരണമാണ്. എവിടെയൊക്കെ എന്താണ് പുകയുണ്ടോ അവിടെയൊക്കെ തീ ഉണ്ടാവും എന്നതാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അടുത്ത് ഉപനായ. ഉപനായ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണങ്ങളാണ് എഴുതുന്നത്. ദ ഹിൽ ഹാസ് സ്മോക്ക് ദാറ്റ് ഈസ് ഇൻവേരിയബിളി combined by fire. അവിടെ എന്താണ്, ഹില്ലിൻ്റെ ബാക്കിൽ നിന്ന് പുക വരുന്നുണ്ട്, അപ്പോൾ അത് ഉറപ്പായിട്ടും അതിൻ്റെ ബാക്കിൽ തീ ഉണ്ടായിരിക്കും. അടുത്തത് 4 കേട്ടോ.
5 നിഗമന എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ. Therefore hill is on fire. ഇങ്ങനെയാണ് ഇന്ത്യൻ ലോജിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് വിശദീകരിക്കുക. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. ഈ സ്റ്റേറ്റ്മെന്റ്, ഈ ഓർഡർ മനസ്സിലാക്കി വെക്കണം. അടുത്തത് വ്യാപ്തി. വ്യാപ്തി ബിറ്റ്വീൻ ടു ടേംസ് ഓഫ് ഈക്വൽ എക്സ്റ്റൻഷൻ ഈസ് കാൾഡ് എന്താണ്? 32 സമവ്യാപ്തി. ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവിടെ സമവ്യാപ്തി എന്ന് പറയാം. അപ്പോൾ അതാണ് സമവ്യാപ്തിയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് 33ാമത്തെ നമുക്ക് നോക്കാം. ദ ഫാലസി ഹേതുവാശ ഒക്കർ വെൻ ദ മിഡിൽ ടേം ഈസ് ടു വൈഡ്. ഏതാണ്? ഓപ്ഷൻ ഓപ്ഷൻ ബി അല്ലേ? സർവാഭിചാര. ഓക്കെ, സർവാഭിചാരയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പിന്നീട് റെഫറൻസിന് ആവശ്യം, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്, ആൻസർ കറക്റ്റ് തന്നെയാണ്. പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പോയിന്റ്, വിശദീകരണമില്ല, പോയിന്റുകൾ മാത്രം ഒന്ന് എഴുതി വെക്കാം. സവ്യാഭിചാര ഈസ് ദ ഫാലസി ഓഫ് ദ ഇറഗുലർ മിഡിൽ ടേം. അതേപോലെ തന്നെ നമ്മൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണുള്ളൂ. ഇറ്റ് ഹാപ്പൻസ് വെൻ ദ ഹേതു ഈസ് ഫൗണ്ട് നോട്ട് ഓൺലി വിത്ത് ദ സാധ്യ but also in places where the sadhya happens. Absence. അതാണ് അതിൽ വരുന്നത്. അതിനൊരു ഉദാഹരണം ജസ്റ്റ് ഒന്നുകൂടി എത്തിക്കാം. മിഡിൽ പിന്നീട് റെഫറൻസിന് ഉപകാരപ്പെട്ടേക്കാം. വണ്ടേഴ്സ് ടു ഐഡലി ഇറ്റ് ഫെയിൽസ് ടു പ്രൂവ് എ സ്പെസിഫിക് കൺക്ലൂഷൻ. എക്സാമ്പിൾ ആൾ അല്ലേന്ന് മതി. സർവാഭിചാര ഈസ് ആൾസോ നോൺ ആസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ തന്നെയാണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? കോൺട്രാഡിക്ടറി മിഡിൽ, ഇറഗുലർ മിഡിൽ, അൺപ്രൂവ്ഡ് മിഡിൽ, നോൺ ഇൻഫറൻഷ്യലി കോൺട്രാഡിക്റ്റഡ് മിഡിൽ. ആൻസർ വരുന്നത് ഇറഗുലർ മിഡിലാണ്. ഇനി ബാക്കി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ദിസ് കണ്ടെയ്ൻ വിച്ച് ഫാലസി? ഏത് ഫാലസിയാണ് ഇവിടെ ചോദിക്കുന്നത്? ഓക്കെ, അത് പറയാമോ?
യെസ്, കറക്റ്റാണ്. വിരുദ്ധ. ഫാലസികളെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വിശദീകരിക്കണില്ല. അടുത്തതിലേക്ക് നമുക്ക് പോവാം. കുറച്ച് മുന്നോട്ട് പോവാം. അസിദ്ധ ഫാലസി, 38ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് അസിദ്ധ ഫാലസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ കോൺട്ര ഏതാണ് ഓപ്ഷൻ? യെസ്, കറക്റ്റാണ്. അൺപ്രൂവ്ഡ് മിഡിലാണത് കറക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് കുറച്ച് പുറത്തേക്ക് പോവാം. യെസ്, 41ാമത്തത് നമുക്ക് നോക്കാം. which type of anumana is based on the relationship of cause and effect? ടൈപ്സ് ഓഫ് അനുമാന എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഏത് അനുമാനാണ് കോസ് ആൻഡ് എഫക്റ്റുമായി ബന്ധപ്പെട്ട അനുമാന? പൂർവവത്, ശേഷവത്, എന്താണ് സന്ത? ഈ 4 ഏതാണ്? പൂർവവത. ഫസ്റ്റ് ഇതാണ് പൂർവവതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കല്ലേ. പൂർവവത്. പൂർവവത് അനുമാന is inferring an unperceived effect. From perceived cause. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ് അവർ പറഞ്ഞത്. ഇവിടെ പൂർവ എന്ന് പറഞ്ഞ വാക്കുണ്ടാവും. പൂർവ എന്ന് പറഞ്ഞാൽ കോസിനാണ് പൂർവ എന്ന് പറയുന്നത്. ദ പ്രിഫിക്സ് പൂർവ relates to what come before, അതായത് ദ കോസ്. അതുപോലെ തന്നെ ഇത് ഒരു പ്രെഡിക്റ്റബിൾ ഫോം ഓഫ് ലോജിക് ആണ്. ഇറ്റ് ഈസ് എ പ്രെഡിക്റ്റബിൾ ഫോം ഓഫ് ലോജിക്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇ.ജി. സീയിങ് ഡാർക്ക് ഹെവി ക്ലൗഡ്, അത് കോസാണ്. ആൻഡ് predicting impending rain. മഴ പെയ്യുന്നുണ്ട്, ആ കോസ് നമ്മൾ നല്ല ഇരുണ്ട കാലാവസ്ഥയാണ്, അപ്പോൾ നമുക്ക് മഴ പെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? അനുമാനിക്കാൻ പറ്റും. ഇതാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിപ്പോൾ പറഞ്ഞ തന്നെയല്ലേ പൂർവവത്. അപ്പോൾ അത് പറഞ്ഞ ക്വസ്റ്റ്യൻ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ അർത്ഥം സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത 48ാമത്തെ നോക്കാം. ഫോർ ദ ന്യായ ശബ്ദ ഈസ് വാലിഡ് ഓൺലി ഇഫ് ഇറ്റ് കംസ് ഫ്രം എനി പേഴ്സൺ
ആൻഡ് അപ്ത റിലയബിൾ പേഴ്സൺ, ആൻഷ്യൻറ്റ് സ്ക്രിപ്റ്റേഴ്സ് ഓൺലി, ലോജിക്സ്. അത് നിങ്ങൾ തന്നെ പറയണം, എളുപ്പമുള്ള ടോപ്പിക്കാണ്. യെസ്, അനപ്ത റിലയബിൾ പേഴ്സൺ. അങ്ങനെ അനപ്ത എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, ന്യായ എന്ന് പറഞ്ഞ ഫിലോസഫിയിൽ എന്ത് ചെയ്യൂല, അത് അക്സെപ്റ്റ് ചെയ്യൂല. അതെന്ത് ചെയ്യണം, ഒരു വ്യക്തി അനപ്ത ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് കറക്റ്റായിട്ട് അംഗീകരിക്കുള്ളൂ. ന്യായ ഡസ് നോട്ട് അക്സെപ്റ്റ് ദ വേർഡ് ഓഫ് just anyone as a valid source of knowledge. The speaker must be an അപ്ത, അതായത് someone possessing direct true knowledge and the desire to communicate it honestly. ഇനിയിപ്പോൾ അതായത് ഒരാൾ കൃത്യമായിട്ടുള്ള വിവരമില്ലാത്ത ഒരാളാണെങ്കിൽ അതെന്ത് ചെയ്യും, അത് അംഗീകരിക്കപ്പെടില്ല. ഇവിടെ രണ്ട് തരത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് എന്താണ് ലൗകികമാണെങ്കിലും അലൗകികമാണെങ്കിലും ഇത് അംഗീകരിക്കപ്പെടും എന്നുള്ളതും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ദിസ് അപ്ലൈസ് ടു ബോത്ത് വേൾഡ്ലി എക്സ്പേർട്സ്, അതായത് ഡോക്ടേഴ്സ്, അതുപോലെ സയൻറ്റിസ്റ്റ്, ഇവരൊക്കെ ഇതിൽ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ആൻഡ് സ്പിരിച്വൽ അതോറിറ്റീസ് ആൾസോ. like see. അപ്പോൾ ഇതിന് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്പീക്കറുടെ ക്യാരക്ടറും നോളേജും ബേസ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നോക്കിയേക്കണം. ദ വാലിഡിറ്റി ലൈസ് ഇൻ ദ ക്യാരക്ടർ ആൻഡ് നോളേജ് ഓഫ് ദ സ്പീക്കർ. അതുകൊണ്ട് അതിൽ നോക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 49ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് മുന്നോട്ട് പോലെ. ഒരു 51 കുറച്ചുകൂടി പോട്ടെ. The term anvaya means disagreement in present, agreement in presence, agreement in absence, disagreements in absence. ഏതാണ്? 56 അത് എഗ്രിമെന്റ് ഇൻ പ്രസൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, എഗ്രിമെന്റ് ഇൻ പ്രസൻസ്
അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഒരു പോയിന്റ് എഴുതി വെക്കാം. അന്വയ എന്ന് പറഞ്ഞാൽ ശരിക്ക് പോസിറ്റീവ് റിലേഷൻഷിപ്പ്, രണ്ട് വേരിയബിൾ തമ്മിലുള്ള പോസിറ്റീവ് റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയാം, അന്വയ എന്ന് പറയാം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ വൈ ഉണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം ഇതിനെടുക്കാം, എവിടെയൊക്കെ തീ ഉണ്ടോ അവിടെയൊക്കെ പുക ഉണ്ടാവും. അപ്പോൾ അത് ഒരു അന്വയാണ്. ഓക്കെ, ഒരു വ്യാപ്തി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ അന്വയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റൂളാണ്. അത് ഭൂരിഭാഗം ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, എവിടെയൊക്കെ തീയുണ്ടോ അവിടെയൊക്കെ പുക ഉണ്ടാവും. അത് യൂണിവേഴ്സൽ ലോ ആണ്. ഇപ്പോൾ നമ്മൾ പറയാണ് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, അത് മാറാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ റിപ്പീറ്റഡ് ഒബ്സർവേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അന്വയ പ്രൂവ് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കട്ടോ. അന്വയ ഈസ് ദ പോസിറ്റീവ് റിലേഷൻഷിപ്പ് between two variable it states where there is x there is y also. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ where there is smoke there is fire. It is one if Anvaya is found consistently without exceptions, it strongly suggests a universal rule. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരിഫൈഡ് ത്രൂ റിപ്പീറ്റഡ് ഒബ്സർവേഷൻ. അതിനെ നമ്മൾ പറയുന്ന ഒരു ടേമാണ് പുയോദർശന. അതാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു 1-2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. 58ാമത്തെ പുയോദർശന. ദർശന. ഓക്കെ, ഇനി നമുക്ക് 58ാമത്തെ നോക്കാം. നേരത്തെ പറഞ്ഞാണ് വിച്ച് പ്രമാണ യൂസ്ഡ് ബൈ മീമാംസ സ്കൂൾ ടു എക്സ്പ്ലെയിൻ നോളേജ് ഓഫ് പൊട്ടൻസി, ശക്തി. ഉപമാന, അനുമാന, അർത്ഥപതി, അനുപല്ലപ്തി. ഏതാണ്? അനുപല്ലപ്തി അല്ല, അർത്ഥപതിയാണ്. ഓക്കെ, ആൻസർ ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം.
അടുത്തത് പരമാർശ ഈസ് ഡിഫൈൻഡ് ആസ്. പരമാർശ ഈസ് ഡിഫൈൻഡ് ആസ് നോളജ് ഓഫ് വ്യാപ്തി, നോളജ് ഓഫ് പക്ഷ, നോളജ് ഓഫ് ഹേതു റിസൈഡിങ് ഇൻ ദ പക്ഷ ക്വാളിഫൈഡ് ബൈ വ്യാപ്തി, ദ ഫൈനൽ കൺക്ലൂഷൻ. ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ദ നോളജ് ഓഫ് ഹേതു റിസൈഡിങ് ഇൻ ദ പക്ഷ ക്വാളിഫൈഡ് ബൈ വ്യാപ്തി. ഓക്കെ, കുറച്ച് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് പോവാം. 61ാമത്തെ ക്വസ്റ്റ്യൻ, കുറച്ച് മുന്നോട്ട് പറയാം. ഇത് നോക്കാനല്ലേ. ശബ്ദ. വിച്ച് സ്കൂൾ റെഡ്യൂസസ് ശബ്ദ ടു അനുമാന? ന്യായ, വൈശേഷിക ആൻഡ് ബുദ്ധിസം, സംഖ്യ, മീമാംസ. അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? യെസ്, വൈശേഷിക ആൻഡ് ബുദ്ധിസമാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോവാം. അടുത്ത 67ാമത്തെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെറ്റീരിയൽ ഫാലസി ഇൻ ഇന്ത്യൻ ലോജിക്? ഭേദഭാഷ, വ്യാപ്തി, സന്നികർഷ, പ്രതിജ്ഞ. ഏതാണ്? ഹേദഭാഷയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഹേദഭാഷ. ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഹേദഭാഷ translates to a reason that appears valid but is not. It represents the material fallacies in Indian logic. അതിത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്ത്യൻ ലോജിക് വാലിഡ് നോളജ് ഈസ് കാൾഡ് പ്രമ, അപ്രമ, കാരണ, തർക്ക. ഏതാണ് വാലിഡ് നോളജ് എന്ന് പറഞ്ഞാൽ? യെസ്, പ്രമ കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് ഓക്കെ, നമുക്ക് അറിയണ. അടുത്തത് കുറച്ച് മുന്നോട്ട് പോകും. അടുത്ത 77ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫാലസി ഓഫ് അനുപസംഹാരി occur when there is no vipaksha, there is no sapaksha, everything is paksha, leaving no room for comparison. The middle term is contradictory. 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, കറക്റ്റാണ്. എവറിത്തിങ് ഈസ് പക്ഷ, ലീവിങ് നോ റൂം ഫോർ കമ്പാരിസൺ. അടുത്തത് കുറച്ച് മുന്നോട്ട്. അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിരുദ്ധ ആൻഡ് ബദിത?
അതിലെ ഓപ്ഷൻ വിരുദ്ധ ഈസ് കോൺട്രാഡിക്റ്റഡ് ബൈ the middle term itself. Badita by another pramana. There is no difference. Badita is formal fallacy. Viruddha is material. Viruddha applies only to sound. Yes, correct ആണ്. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോവാം. വിച്ച് ഹേദഭാഷ ഈസ് ആൾസോ കാൾഡ് കാലാതീത? സവ്യ വിചാര, ബദിത, അസിദ്ധ, വിരുദ്ധ. അസിദ്ധ അല്ല, ബദിതയാണ് ആൻസർ. ഓക്കെ, ബദിത. ബദിതയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 91ാമത്തെ ക്വസ്റ്റ്യൻ. ദ റിലേഷൻഷിപ്പ് ഓഫ് ഐഡൻറ്റിറ്റി തടത്മിയ ആസ് എ ബേസ് ഓഫ് വ്യാപ്തി ഈസ് പ്രപ്പോസ്ഡ് ബൈ ന്യായ, ബുദ്ധിസ്റ്റ് സ്കൂള്, മീമാംസ, ജൈനിസം. യെസ്, കറക്റ്റാണ്. ബുദ്ധിസ്റ്റ് സ്കൂളാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റുകൾ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ലോജിക്. അതിനെ നമ്മൾ ധർമ്മകീർത്തി എന്നാണ് പറയാം. ബുദ്ധിസ്റ്റ് ലോജിക്കിന് ധർമ്മകീർത്തി എന്നാണ് പറയാം. സിംപ്ലിഫൈസ് the basis of vyapti to just 2 principles. The first is തടത്മിയ, അതായത് ഐഡൻറ്റിറ്റി ഓർ എസെൻഷ്യൽ നേച്ചർ. ഉദാഹരണമായിട്ട് എ പൈൻ ഈസ് എ ട്രീ because it is identical with the nature of tree. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. രണ്ടാമത്തെ രണ്ടും കൂടെ നോക്കാം. ദ സെക്കൻഡ് ഈസ് തടുപ്പതി, അതായത് കോസാലിറ്റി. എക്സാമ്പിൾ പറയാം. സ്മോക്ക് ഈസ് കോസ്ഡ് ബൈ ഫയർ. അതിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 95ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഇന്ത്യൻ ലോജിക് കൗണ്ടർ എക്സാമ്പിൾ ഈസ് കാൾഡ് സപക്ഷ, വിപക്ഷ, പക്ഷ, ഹേതു. ഏതാണ്? യെസ്, കറക്റ്റാണ്, വിപക്ഷ.
ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. 98 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെൻറ്റ് ഓഫ് വാലിഡ് ഹേതു? പ്രസൻറ്റ് ഇൻ പക്ഷ, പ്രസൻസ് ഇൻ സപക്ഷ, പ്രസൻറ്റ് ഇൻ വിപക്ഷ, ആബ്സെൻറ്റ് ഇൻ വിപക്ഷ. ഏതാണ് ആൻസർ? പ്രസൻസ് ഇൻ വിപക്ഷയാണ്. പ്രസൻസ് ഇൻ വിപക്ഷ. ഇനി അടുത്തതിലേക്ക് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫാലസി ഓഫ് എന്താണ്? പ്രകരണ സമ ഈസ് അനദർ നെയിം ഓഫ്. ദ ഫാലസി ഓഫ് പ്രകരണ സമ ഈസ് അനദർ നെയിം ഓഫ് സർവാഭിചാര. ഏതാണ് അതിൻ്റെ ആൻസർ വരുന്നത്? സത്പ്രതിപക്ഷ. യെസ്, സത്പ്രതിപക്ഷ. അതാണ് എൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നമുക്ക് എല്ലാം കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ആൻസർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഓക്കെ, ഷുവർ. ഇതാ ഓക്കെ. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് ലെങ്ത് കൂടിപ്പോയി. ഏതായാലും ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.